Everyone, it's me Rahul. Welcome to MindRunFX YouTube channel. So നമുക്ക് വീക്ക്ലി മാർക്കറ്റ് അനാലിസിസിലോട്ട് പോകാം. ഒരു ഡീറ്റെയിൽഡ് വീഡിയോ തന്നെയാണ്. സോ ലാസ്റ്റ് വീക്കിലെ ലെവൽസും കാര്യങ്ങളൊക്കെ ഇന്ന് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യണം. നമുക്ക് ഒരുമിച്ചിരുന്ന് ചെയ്യാം. ഓക്കെ, നമുക്ക് ഒരുമിച്ചിരുന്ന് കംപ്ലീറ്റ്ലി ന്യൂ അനാലിസിസ് ഇന്ന് ചെയ്യാം. സോ തുടക്കം മുതൽ അവസാനം വരെ ചെയ്യാം. നോക്കുക, കാണുക വീഡിയോ. നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും വീഡിയോയിൽ. എങ്ങനെയാണ് ഒരു മാർക്കറ്റ് അനാലിസിസ് ചെയ്യേണ്ടത് എന്നും എല്ലാം ഞാൻ കാണിച്ചിരുന്നുണ്ടാവും. നമുക്ക് നോക്കാം. ഓക്കെ, സോ നമുക്ക് അതിന് മുന്നേ വീക്കിലി ആയതുകൊണ്ട് തന്നെ നമുക്കറിയണം വേൾഡ് മാർക്കറ്റിൽ എന്തായിരുന്നു ലാസ്റ്റ് വീക്കിൽ നടന്നിരുന്നതെന്ന് നോക്കാം. ലാസ്റ്റ് വീക്കിൽ ഡൗ ജോൺസ് പോസിറ്റീവ് ക്ലോസ് ആണെങ്കിൽ പോലും ഒരു നല്ലൊരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു ഡൗ ജോൺസിൽ. സോ ഒബ്വിയസ്ലി നമ്മുടെ നിഫ്റ്റി, അതായത് നമ്മുടെ നിഫ്റ്റി, നമ്മുടെ മാർക്കറ്റ് ഫോളോ ചെയ്യുന്ന ഒരു ഇൻഡെക്സാണ് ഡൗ ജോൺസ് ഇൻഡെക്സ്. സോ നമ്മുടെ മാർക്കറ്റിൽ ലാസ്റ്റ് വീക്ക് ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് തന്നെ ആയിരുന്നു. ലാസ്റ്റ് വീക്ക് ലാസ്റ്റ് ഡേ, അതായത് ഫ്രൈഡേ, ഓക്കെ, ബാക്കി ഫുൾ വീക്ക് അപ്പായിരുന്നെങ്കിലും ലാസ്റ്റ് ഡേ കൊണ്ട് കംപ്ലീറ്റ്ലി ആ ഗെയിൻ മൊത്തം പോയൊരു ദിവസമായിരുന്നു ഫ്രൈഡേ. സോ ഡൗ ജോൺസിലും ലാസ്റ്റ് വീക്കിൽ ഒരു സെല്ലിംഗ് കണ്ടിട്ടുണ്ട്. ആൻഡ് ഇതൊരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ് ഡൗ ജോൺസിൽ കൊടുത്തിട്ടുള്ളത്. അതായത് ഒരു ഇൻവേർട്ടർ ഹാമർ അല്ലേ, പ്രൈസ് ആക്ഷൻ വെച്ച് നോക്കിയത് ഒരു ഇൻവേർട്ടർ ഹാമറാണ് ഡൗ ജോൺസിൽ ലാസ്റ്റ് വീക്കിൽ നെഗറ്റീവായി ചെയ്തിട്ടുള്ളത്. സോ ഈ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ US മാർക്കറ്റ് ചിലപ്പം താഴോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഡൗ ജോൺസിൽ അതായിരുന്നു. ആൻഡ് US തന്നെ S&P 500 ലാസ്റ്റ് വീക്ക് നമ്മുടെ നിഫ്റ്റിനെ പോലെ തന്നെ ഒരു ന്യൂട്രൽ വീക്കായിരുന്നു. അപ്പം താഴോട്ട് മുകളോട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. സോ ലാസ്റ്റ് വീക്ക് S&P ഒരു ന്യൂട്രൽ വ്യൂ ആയിരുന്നു. നാസ്ഡാക്ക് നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് ആയിരുന്നു, അതായത് മുകളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു, താഴോട്ട് വന്നു. ലാസ്റ്റ് ഫ്രൈഡേ അവരുടെ മാർക്കറ്റ് ക്ലോസ് ആകുന്ന സമയത്ത് ലാസ്റ്റ് ഡേയിൽ ആ ഒരു ദിവസം തന്നെ അതിന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ ഡൗ ജോൺസ് കമ്പാരിറ്റീവ്ലി ഈ രണ്ട് ഇൻഡെക്സ് ആയിട്ട് നോക്കുമ്പം പോസിറ്റീവായിരുന്നു. ഓക്കെ, ചൈനയുടെ മാർക്കറ്റിൽ ലാസ്റ്റ് 2 വീക്സ് ആയിട്ട് ആ ഒരു ചെറിയൊരു റിക്കവറി കാണുന്നുണ്ട്. ലാസ്റ്റ് കുറച്ച് വീക്സ് ആയിട്ട് ലാസ്റ്റ് ഒരു മാസമായിട്ട് ഡൗൺ ആയിരുന്നു. സോ ഈ മാസം ലാസ്റ്റ് വീക്ക് 2 വീക്കായിട്ട് ഇത് ഒരു പോസിറ്റീവ്നെസ് കാണിച്ചിട്ടുണ്ട് ചൈനയുടെ മാർക്കറ്റ്. ആൻഡ് UK ലാസ്റ്റ് വീക്ക് നെഗറ്റീവ് ആയിരുന്നു. ഡാക്സ് ജർമ്മനി നെഗറ്റീവ് ആയിരുന്നില്ല, ഇതും ഒരു ന്യൂട്രൽ പോസിറ്റീവ് ആയിരുന്നു, അതായത് റിക്കവർ ചെയ്തിട്ടുണ്ട് മാർക്കറ്റ്. ആൻഡ് കൊറിയയുടെ മാർക്കറ്റ് ഒബ്വിയസ്ലി ആസ് യൂഷ്വൽ പോസിറ്റീവ് ആയിരുന്നു, കാരണം നല്ലൊരു രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ജപ്പാൻ്റെ മാർക്കറ്റ് സൂപ്പർ ബുള്ളിഷ് ആയിരുന്നു ലാസ്റ്റ് വീക്കിൽ. ഓക്കെ, ഒരു ഓപ്പൺ ലോ ക്യാൻഡിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ നമ്മുടെ നിഫ്റ്റിയിലോട്ട് വരാം. നമ്മുടെ ഫ്യൂച്ചർ മാർക്കറ്റ്, നമ്മുടെ നിഫ്റ്റി നോക്കാം. ലാസ്റ്റ് വീക്കിൽ എന്തായിരുന്നു നിഫ്റ്റിയുടെ വ്യൂ. സോ നിഫ്റ്റിയുടെ വ്യൂ ലാസ്റ്റ് വീക്കിൽ ഓക്കെ വന്നിട്ടുണ്ട്. ലാസ്റ്റ് വീക്കിൽ നമ്മൾ ഒരു കംപ്ലീറ്റ്ലി റിക്കവറി ചെയ്ത് മാർക്കറ്റ് ഏകദേശം ഈ ഹൈ വരെ എത്തിയതാണ്, 24,200 വരെ. ബട്ട് അവിടുന്ന് ലാസ്റ്റ് സെല്ലിങ് കാരണം നമ്മളങ്ങോട്ട് പോയിട്ടുണ്ട്. നമ്മളും ഒരു സെല്ലിംഗ് പ്രഷറിലോട്ട് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ വ്യൂയിലോട്ട് പോയിട്ടുണ്ട്. അതായത് മാർക്കറ്റ് ഈസ് വെയിറ്റിംഗ് സംതിങ്. ഒന്നുകിൽ ഒരു നല്ല മൊമെൻറ്റത്തിന് വെയിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ വീണ്ടും താഴോട്ട് നെഗറ്റീവിലോട്ട് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. സോ ഇത് രണ്ടും എന്തിനും ഒന്ന് ചാൻസ് ആണ്. സോ വീക്ക്ലിയിൽ നമുക്കൊരു ന്യൂട്രലാണ്. ഓക്കെ, സോ വീക്ക്ലി ന്യൂട്രൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് വീക്ക്ലി ഹൈസ് ആൻഡ് വീക്ക്ലി ലോ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, വീക്ക്ലി ഹൈ ആൻഡ് വീക്ക്ലി ലോ നമുക്ക് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഞാൻ വീക്ക്ലി ഹൈയും വീക്ക്ലി ലോയും ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം പ്രീവിയസ് വീക്ക് ഹൈ ആൻഡ് പ്രീവിയസ് വീക്ക് ലോ, ഓക്കെ, ഇത് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അപ്പം ഇതിൻ്റെ തൊട്ട് താഴെ നമുക്കൊരു സ്ട്രോങ് വീക്കിൻ്റെ ബുള്ളിഷ് ക്യാൻഡിൽ കാണാം. അത് കഴിഞ്ഞൊരു ഗ്യാപ്പിലായിരുന്നു നമ്മൾ പോയത്. അതൊരു ഇമ്പോർട്ടൻറ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ ഞാൻ അതിനെയും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതൊരു ഡിമാൻഡ് സോണാണ്, കാരണം ഇവിടുന്ന് മാർക്കറ്റ് ജംപ് ചെയ്ത് മുന്നോട്ട് പോയതാണ്. ഓക്കെ, അതൊരു ഡിമാൻഡ് സോണാണ്. ഓക്കെ, അപ്പോൾ ഈ മാർക്കറ്റിൻ്റെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ടൂൾ എടുത്ത് വരച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ വരെ മാർക്കറ്റ് ഇതിൻ്റെ 50% ഇവിടെ വരുന്നത്. ഓക്കെ, ഞാൻ വരയ്ക്കാം മുന്നോട്ട്. സോ ഇവിടം വരെ മാർക്കറ്റ് കണ്ടിന്യൂസിൽ മൂവ് ചെയ്തു, പിന്നെ താഴോട്ട് വന്നു, ആൻഡ് നെഗറ്റീവ് എന്ന് ജസ്റ്റ് ന്യൂട്രലിൽ വന്ന് ക്ലോസ് ചെയ്തു. ഓക്കെ, സോ ചെറിയൊരു ഓവറോൾ ഒരു 0.64 നെഗറ്റീവാണ്. സോ അത് വലിയ നെഗറ്റീവ് അല്ല, ബട്ട് ന്യൂട്രൽ വ്യൂ ആണ്. സോ അതുകൊണ്ടാണ് ഞാൻ അത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ ഞാൻ നോക്കുമ്പം ഈ രണ്ട് വീക്കിലി ഹൈയുടെയും വീക്കിലി ലോയുടെയും ഒരു മിഡിലായിട്ട് നമുക്കൊരു വീക്ക് വരുന്നുണ്ട്. ഓക്കെ, ഒരു വീക്ക് ഹൈ വരുന്നുണ്ട്. സോ ഈ വീക്ക് ഹൈ നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് ഞാൻ മാർക്ക് ചെയ്യുന്നില്ല, നമുക്ക് അടുത്തതിൽ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ വിട്ടേക്ക്, അടുത്തതിൽ മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യാം അത്. ഓക്കെ, സോ അതാണ് ഈ ഹൈ ആണ് വന്നിട്ടുള്ളത്. സോ അപ്പോൾ നമുക്ക്
ഈ ഒരു ഏരിയ നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ് ആണ് കണ്ടോ. ഈ ഒരു ഏരിയ നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ് ആണ്. ഞാൻ ഇപ്പോൾ അത് മാർക്ക് ചെയ്ത് വരുന്നുണ്ട്. നേരത്തെ ഞാൻ മാർക്ക് ചെയ്ത ഏരിയ. സോ അത് നമ്മുടെ ഡെയിലി ഹൈ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മാർക്കറ്റ് അവിടെ വന്നിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്. 24,000 അറിയാം, സൈക്കോളജിക്കൽ ലെവലാണ്. അതൊരു ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. സോ അത് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഡെയിലി ഹൈസ് ആൻഡ് ഡെയിലി ലോ, മാർക്കറ്റിൻ്റെ ഡെയിലി ഹൈയും ഡെയിലി ലോയും ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്ര ലെവൽ കിട്ടി? വീക്കിലി ഹൈ കിട്ടി, വീക്കിലി ലോ കിട്ടി, ഡെയിലി ഹൈ കിട്ടി, ഡെയിലി ലോ കിട്ടി, ആൻഡ് പ്രീവിയസ് വീക്കിൻ്റെ ഹൈ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു ഗ്യാപ്പ് അപ്പ് ചെയ്ത് പോയതുകൊണ്ട്. സോ അപ്പോൾ നമുക്ക് ചാർട്ടിന് നല്ല വൃത്തിക്ക് ഇങ്ങനെ നമുക്ക് മുന്നിൽ കാണുന്നുണ്ട്. സോ മാർക്കറ്റ് അനാലിസിസ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒരു ബിഗിനർ, നിങ്ങൾ പഠിക്കുന്നവർ, ചാർട്ട് നോക്കി പഠിക്കുന്നവർ, ഒരുപാട് കാര്യങ്ങൾ വേറെയുണ്ട്. ബട്ട് ഇപ്പോൾ ഇതിനെ പ്രൊഫഷണലായിട്ട് പഠിക്കാൻ പറ്റാത്ത സാഹചര്യം ഉള്ളവരൊക്കെ ഇങ്ങനെ വീഡിയോ കണ്ട് പഠിക്കുക. ഓക്കെ. സോ അപ്പം ഞാൻ ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഡെയിലിയിൽ നിന്ന് നേരെ അങ്ങോട്ട് വന്നു, 4 ഹവറിലോട്ട് വന്നു. ഓക്കെ, 4 ഹവർ. സോ നമുക്ക് ഈ ഒരു അനാലിസിസിനെ ഞാൻ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ കോമണി എല്ലാവരും പറയുന്നൊരു പേരാണ്, മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസ്. എന്താണ് മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസ്? ഓക്കെ. സോ മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസിൽ 4 ഹവറിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ബുള്ളിഷ് എൻഗാൾഫിംഗ് ആണ്. ബുള്ളിഷ് എൻഗാൾഫിംഗ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു റെഡ് ക്യാൻഡിലിനെ ഒരു ഗ്രീൻ ക്യാൻഡിൽ കംപ്ലീറ്റ്ലി കവർ ചെയ്യുക. ഓക്കെ, ബുള്ളിഷ് എൻഗാൾഫിംഗ്. ഓക്കെ, ബുള്ളിഷ് എൻഗാൾഫിംഗ് ക്യാൻഡിൽ കണ്ടോ. ബുള്ളിഷ് എൻഗാൾഫിംഗ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഒരു റെഡ് ക്യാൻഡിലിനെ കംപ്ലീറ്റ്ലി ഒരു ഗ്രീൻ ക്യാൻഡിൽ കവർ ചെയ്യുക. ദിസ് ഇസ് ബുള്ളിഷ് എൻഗാൾഫിംഗ്. സീ നോക്ക്, ദിസ് എ ബുള്ളിഷ് എൻഗാൾഫിംഗ് ക്യാൻഡിൽ. സോ ഈ ഒരു ക്യാൻഡിൽ പറയുന്നത് മാർക്കറ്റ് ഈസ് സ്റ്റിൽ ബുള്ളിഷ്. ഓക്കെ, ലാസ്റ്റ് 4 മണിക്കൂറിൽ നടന്ന കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഈസ് സ്റ്റിൽ ബുള്ളിഷ്. സോ അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നടക്കാനുള്ള ചാൻസ് എന്ന് നമുക്ക് നോക്കാം. ഇതിന് താഴെ വന്നിട്ട് നമുക്ക് എങ്ങനെ ബൈ ചെയ്യണം, എവിടെ നിന്ന് ബൈ ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. സോ അപ്പം ഇതിന് തൊട്ട് താഴെ 1 ഹവറിലോട്ട് വീണ്ടും വന്നു. 1 ഹവറിലോട്ട് വരുമ്പോൾ മാർക്കറ്റ് ലുക്കിംഗ് ഗുഡ്. ഒരു നല്ല പ്രൈസ് ആക്ഷനാണ് മാർക്കറ്റിൽ നടന്നത്. നല്ല ഒരു വോളിയം കയറി വന്നിട്ടുണ്ട്. നല്ല ഇവിടുന്ന് ഒരു ബൈയിങ് താഴെ നിന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് വന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. സോ അപ്പോൾ നമുക്ക് നാളെ ഇവിടുന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ ബൈ ചെയ്യണമെന്നാണോ? അല്ല, നമുക്ക് ബ്രേക്ക് ചെയ്യുമ്പോഴല്ല ബൈ ചെയ്യേണ്ടത്. ബൈ എപ്പോൾ ചെയ്യണമെന്ന് ഞാൻ പറയാം. സോ അപ്പം 1 ഹവറിൽ നമുക്ക് ലെവൽസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ഹൈ മാർക്ക് ചെയ്ത് വെക്കാം. കാരണം ഇത് നമുക്കൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ഏരിയ. കാരണം താഴോട്ട് വീണപ്പോഴും മുകളിലോട്ട് കയറിയപ്പോഴൊക്കെ ഈ ഏരിയ നല്ലോണം ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 50 മിനിറ്റ്സിലോ അല്ലെങ്കിൽ 30 മിനിറ്റ്സിലോ നമുക്കൊന്നും കൂടി ശരിയാക്കാം. ഓക്കെ, 30 മിനിറ്റ്സിൽ ഞാൻ ഒന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഈ ഒരു ഏരിയ നമുക്ക് ഒരു റെസിസ്റ്റൻസ് ആയിട്ടും സപ്പോർട്ടായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. സോ അതിനെ നമുക്കൊരു സോണായിട്ട് വരയ്ക്കാം. ഇവിടെ കുറേ നോയ്സ് ഉണ്ട് ഇവിടെ. സോ ഞാനൊരു സോണായിട്ട് എടുത്ത് വരച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു സോണായിട്ട് ഞാനിവിടെ വരച്ചു വെച്ചു. ഓക്കെ, 50 മിനിറ്റ്സിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നോക്കാം. ഓക്കെ, ഓക്കെ. അപ്പം നാളെ നമുക്ക് മാർക്കറ്റിലെ നമ്മുടെ വ്യൂ എന്താണ്? മാർക്കറ്റ് നില ബ്രേക്ക് ചെയ്ത മുകളിലോട്ടല്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം. കാരണം ഇവിടെ നമുക്ക് വലിയ ഒരു ഹ്യൂജ് ക്യാൻഡിലാണ്, ഒരു ഇംബാലൻസ് ക്യാൻഡിലാണ്. അപ്പം ഇതൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് നമുക്ക് എടുക്കാം. ഈ ഒരു റെഡ് ക്യാൻഡിലിനെ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ടൊക്കെ എടുക്കാം. നമുക്ക് 5 മിനിറ്റ്സിലോട്ട് വരാം, ഒന്നും കൂടെ ചെറുതാക്കാം മാർക്കറ്റിനെ. സോ അപ്പം ഇത് നമുക്കൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുക്കാം. ഈ ഒരു ചെറിയ റെഡ് ക്യാൻഡിൽ നമുക്ക് എന്തായിട്ട് എടുക്കാം? ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, OB ഞാൻ OB ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഓക്കെ. സോ അതിന് ഞാനൊരു ഓർഡർ ബ്ലോക്ക്, ഇത് നമ്മുടെ ഓർഡർ ബ്ലോക്കാണ്. കാരണം ഇവിടെ നിന്നാണ് ഈ ഒരു ബൈങ് വന്നിട്ടുള്ളത്, ഓർഡർ ബ്ലോക്ക്. ഓക്കെ, ഓർഡർ ബ്ലോക്ക്. ഓക്കെ, അപ്പോൾ ഇതൊരു ഓർഡർ ബ്ലോക്കായിട്ട് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനപ്പം ഈ ഓർഡർ ബ്ലോക്കിൻ്റെ തൊട്ട് മുകളിൽ നമുക്കിപ്പോൾ ഒരു FEG ഉണ്ട് കണ്ടോ. ഈ ഒരു 2 ക്യാൻഡിലിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരു FEG ഉണ്ട്. അപ്പം ഇതിങ്ങനെ വരയ്ക്കുന്നില്ല ഞാൻ. അപ്പം ഈ FEG ഏകദേശം ഈ ഒരു റേഞ്ചിലാണ് വരുന്നത്. ഈ FEG വരുന്നത് ഏകദേശം ഈ ഒരു റേഞ്ചിലാണ്. ഓക്കെ, അപ്പം ഞാൻ കറക്റ്റ് ഇതിൻ്റെ ഒരു ഇത് കിട്ടണമെങ്കിൽ ഞാൻ നമ്മുടെ ഫ്ലിപ്പ് ടൂൾ എടുത്തിട്ട് ഈ ഹൈ മുതൽ ഈ ലോ മുതൽ ഈ ഹൈ വരെ വരയ്ക്കുകയാണ്. ഈ ഫ്ലിപ്പ് ടൂൾ എടുത്തിട്ട് നമുക്ക് ഈ ലോ മുതൽ ഈ ഹൈ വരെ വരയ്ക്കാം. അപ്പോൾ നമുക്ക് ഇവിടെയാണ് 50%. അപ്പോൾ നമുക്ക് നമ്മുടെ 50% സോണിൽ നമുക്ക് ഒരു മാർക്ക് ചെയ്തിടാം. ഓക്കെ, 50% സോണിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ എഴുതുന്നുണ്ട് റീട്രേസ്മെൻറ്റ് സോൺ.
ഓക്കെ, റിട്രേസ്മെൻറ്റ് സോൺ. അപ്പം ഇത് മാർക്കറ്റ് താഴെ വരാം. അപ്പം ഈ ഏരിയയിൽ എവിടെ വേണമെങ്കിലും മാർക്കറ്റ് വരാം. ഓക്കെ, ഞാൻ ഈ ഏരിയ ഇതൊരു മൊത്തം സോണായിട്ടാണ് മാർക്കറ്റ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നാളെ നമ്മുടെ സിനാരിയോ, നാളെ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാവുന്നത്. മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗൺ ആണ് മാർക്കറ്റ് ഉണ്ടാവുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ബൈക്ക് വേണ്ടി ശ്രമിക്കണം. ഇപ്പോൾ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ലുക്കിംഗ് ഫോർ എ ബൈ, ഗ്യാപ്പ് ഡൗൺ ലുക്കിംഗ് ഫോർ എ ബൈ. ഓക്കെ, ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ലുക്കിംഗ് ഫോർ ബൈ. ഓക്കെ, ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ നമ്മൾ ലുക്കിംഗ് ഫോർ ബൈ ആണ്, ഗ്യാപ്പ് ഡൗൺ ആണ് സിനാരിയോ എങ്കിൽ. അതല്ല മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്യുന്നെങ്കിൽ, നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി വേണ്ടിയിട്ടാണ്. ഓക്കെ, താഴെ വന്നിട്ട് ബൈ ചെയ്യാം. മുകളിൽ നിന്ന് ആരും ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ബൈങ് പൊസിഷനിൽ പോകരുത്. ഓക്കെ, മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഇവിടുന്ന് വീണ്ടും മാർക്കറ്റ് താഴോട്ട് ഇതിനെ സെല്ല് ചെയ്യുക. മാർക്കറ്റ് സെൽ ഓൺ ദ റൈസ് ചെയ്യണം മാർക്കറ്റിനെ. ഓക്കെ, സെൽ ഓൺ ദ റൈസ് ചെയ്യണം. ഇൻട്രാഡേക്ക് വേണ്ടിയിട്ടാണ് സെൽ ഓൺ റൈസ് ആണ് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ചെയ്യേണ്ടത്. മാർക്കറ്റ് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരു എം പാറ്റേൺ, എന്തെങ്കിലും ഇങ്ങനെ ഒരു എം പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് നോക്കിയിട്ട് നിങ്ങൾ അവിടെ നിന്ന് അതിനെന്ത് ചെയ്യുക? സെല്ല് ചെയ്യുക. സോ മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പം ചാടിക്കറി ബൈ ചെയ്യരുത്. മാർക്കറ്റിന് താഴെ വന്നിട്ട് എപ്പോഴും ഡിമാൻഡ് സോണിൽ ബൈ ചെയ്യാൻ പാടുള്ളൂ. സോ താഴെ വന്ന് താഴേന്ന് മാർക്കറ്റ് ഒരു ബൈങ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ബൈ ചെയ്യാം. അതല്ലാതെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് പോകുമ്പോൾ നേരെ ബൈ ചെയ്യരുത്. ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ എന്ത് ചെയ്യണം? ബൈ ചെയ്യണം. ഓക്കെ, സെല്ല് ചെയ്യാൻ നിൽക്കരുത്. എപ്പോൾ വരെ മാർക്കറ്റിൻ്റെ മേജർ സപ്പോർട്ടായ ഇതാണ് മാർക്കറ്റിൻ്റെ മേജർ സപ്പോർട്ട്, അതായത് ഇതാണ് മാർക്കറ്റിൻ്റെ മേജർ ഡിമാൻഡ് സോൺ. ഓക്കെ, ഇത് മാർക്കറ്റിൻ്റെ മേജർ ഡിമാൻഡ് സോൺ ബ്രേക്ക് ചെയ്യുന്നവരെ മാർക്കറ്റിൽ നമ്മൾ എന്ത് ഓപ്പർച്യൂണിറ്റിക്കാണ് നോക്കേണ്ടത്? ബൈ ഓപ്പർച്യൂണിറ്റിക്കാണ് നോക്കേണ്ടത്. ഓക്കെ, ഈ ഒരു ഡിമാൻഡ് സോൺ ബ്രേക്ക് ചെയ്യുന്നവരെ മാർക്കറ്റിൽ ബൈക്കാണ് നോക്കേണ്ടത്. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് മാർക്കറ്റ് താഴോട്ട് പോകുന്ന സിനാരിയോ ഉണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യണം. മാർക്കറ്റ് തിരിച്ചു വന്നിട്ട് ഇത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് പിന്നെ താഴോട്ട് പോകാൻ. ഓക്കെ, നേരെ ബ്രേക്ക് ചെയ്യുമ്പോൾ നേരെ കയറി സെല്ല് ചെയ്യരുത്. മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴെ പോയിട്ട് വീണ്ടും തിരിച്ച് കയറി വന്ന് ഈ ഒരു ഡിമാൻഡ് സോൺ ഒരു സപ്ലൈ സോണായിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞിട്ടേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, സോ അപ്പം ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ബൈ, ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ സെൽ. ഈ ലോ ബ്രേക്ക് ചെയ്ത് ഗ്യാപ്പ് ഡൗൺ, വലിയ ഹ്യൂജ് ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് വന്നിട്ട് ഇവിടുന്ന് വീണ്ടും സെൽ. സോ അപ്പം ഇതാണ് മാർക്കറ്റിലെ മൺഡേയിലെ ട്രേഡിംഗ് പ്ലാൻ. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ 15 മിനിറ്റ്സിലോ 10 മിനിറ്റ്സിലോ ഇട്ട് വെച്ചേക്കാം, കുറച്ചുകൂടെ ക്ലിയർ ആവും. ഓക്കെ, അപ്പം ഇതാണ് മാർക്കറ്റിലെ മൺഡേയിലെ നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ. ഓക്കെ, ഇതാണ് മാർക്കറ്റിലെ മൺഡേയിലെ ട്രേഡിംഗ് പ്ലാൻ. ഓക്കെ, sell on the rise, buy on the dip and break down, ബ്രേക്ക് മുകളിൽ കയറി വന്നിട്ട് വീണ്ടും താഴോട്ട് സെൽ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ മാർക്കറ്റിൻ്റെ ഇത് നോക്കാം, നമ്മുടെ ഡാറ്റ നോക്കാം. മാർക്കറ്റ് ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ 24,000 സപ്പോർട്ടും ആണ്, 24,100 അഗെയിൻസ്റ്റ് റെസിസ്റ്റൻസും ആണ്. സോ മാർക്കറ്റിന് ഇത് റെസിസ്റ്റൻസ് ആണ്, മേജർ റെസിസ്റ്റൻസ് ഇതാണ്. അതാണ് ഞാൻ മാർക്കറ്റ് മുകളിലോട്ട് പോകണമെങ്കിൽ മുകളിൽ താഴോട്ട് സെല് ചെയ്യണമെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് താഴോട്ട് വരും. താഴോട്ട് പിന്നെ മാർക്കറ്റിന് ഹ്യൂജ് ആയിട്ടൊരു സപ്പോർട്ട് ഉള്ളത് ഇവിടെ ഉള്ളൂ, 23,300 സോ മാർക്കറ്റ് ഈ ലോ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് പിന്നെ നേരെ ഈ ലോയിലോട്ട് വരും. ഓക്കെ, അത് ഗ്യാപ്പ് ഡൗണിൻ്റെ മറ്റേ ഗ്യാപ്പ് ഫില്ലിംഗ് ഒക്കെ എടുക്കാനുണ്ട്, അതുകൊണ്ട് മാർക്കറ്റ് താഴോട്ട് വരും. സോ ഡാറ്റയിലും കാണുന്നത് നമ്മൾ ഒരു ഫുള്ളി ബുള്ളിഷ് അല്ല. ഓക്കെ, അതായത് ടോട്ടൽ മാർക്കറ്റ് ബുള്ളിഷാണ്, ബട്ട് നമുക്ക് ഡിമാൻഡിൽ നിന്ന് ഈ ഒരു ഏരിയ ക്ലിയർ ചെയ്തിട്ട് വേണം താഴെ പോയിട്ട് ഈ മുകളിൽ പോയിട്ട് ഈ ഏരിയ ക്ലിയർ ചെയ്തിട്ട് വേണം നമുക്ക് മാർക്കറ്റ് റീട്രേസ് ചെയ്തിട്ട് വേണം നമുക്ക് ബൈ ചെയ്യാൻ. നേരെ ബൈങ്ങിലോട്ട് പോകത്തില്ല, നമ്മൾ ഡിമാൻഡ് സോണിൽ നിന്ന് ബൈയിൽ നിന്ന് പോകത്തുള്ളൂ, സപ്ലൈ സോണിൽ നിന്ന് മുകളിൽ നിന്ന് നമ്മൾ സെല്ലിലോട്ടേ പോകത്തുള്ളൂ. അപ്പം ഡാറ്റയും നമ്മുടെ ടെക്നിക്കൽ അനാലിസിസും മാച്ച് ചെയ്യുന്നുണ്ട്. സോ അത് വെച്ച് നിങ്ങൾ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ഇതും കൂടെ നോക്കാം. ഓക്കെ, ഓപ്ഷൻ ചെയിൻ നോക്കിക്കഴിഞ്ഞാൽ PCR പുട്ട് കോൾ റേഷ്യോ, അതായത് ടോട്ടൽ OA ഡിവൈഡ് ബൈ അത് ടോട്ടൽ പുട്ടായി ഡിവൈഡ് ബൈ ടോട്ടൽ കോളായി നോക്കിക്കഴിഞ്ഞാൽ PCR റേഷ്യോ വന്നിട്ടുള്ളത് 0.78 ആണ്. 0.78 എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ടു ബിയറിഷ് ആണ്, ബുള്ളിഷ് അല്ല. 1 പോയിന്റ് മുകളിൽ വന്നാലേ ബുള്ളിഷ് ആകത്തുള്ളൂ.
സോ പുട്ട് കോൾ റേഷ്യോയും നെഗറ്റീവാണ് മാർക്കറ്റിൻ്റെ. സോ ആസ് പെർ ഡാറ്റ മാർക്കറ്റിൽ കുറച്ച് നെഗറ്റീവ്നെസ് ഉണ്ട്, ടെക്നിക്കലി മാർക്കറ്റ് പോസിറ്റീവാണ്. സോ അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ട്രേഡിംഗ് സ്റ്റൈൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഏതെങ്കിലും ഒരു സാധനം മാത്രം നോക്കി കണ്ടുമുക്കി ട്രേഡ് ചെയ്ത് നോക്കി ട്രേഡ് ചെയ്യുക. സോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മെല്ലെ സമാധാനമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഇതിനെ സീരിയസ് ആയിട്ട് എടുക്കുന്നവർ പ്ലീസ് നോട്ട് ഓൾ ദിസ് പോയിന്റ്, ആൻഡ് ദിസ് ഈസ് നോട്ട് എ ബൈ ആൻഡ് സെൽ റെക്കമെൻഡേഷൻ, ദിസ് ഈസ് ഓൺലി ഫോർ എഡ്യൂക്കേഷൻ പർപ്പസ്. സോ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ. താങ്ക് യു, ബൈ, ഗുഡ് നൈറ്റ്.